ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ടെറ്റനസ്, ഡിഫ്തീരിയ, വില്ലൻ ചുമ എന്നിവയ്ക്കെതിരെ കുട്ടികൾക്കായുള്ള വാർഷിക പ്രതിരോധ വാക്സിൻ പ്രചാരണത്തിന് ഖത്തറിൽ തുടക്കമായി. ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ രോഗപ്രതിരോധ ശേഷിക്കായി 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വാക്സിൻ നൽകുന്നതിനാണ് ഇന്നലെ തുടക്കം കുറിച്ചത്. കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി നൽകുക എന്ന ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് വാക്സിൻ ക്യാമ്പയിൻ നടത്തുന്നത്. ഖത്തർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയുമായി ചേർന്നാണ് എല്ലാ വർഷവും വാക്സിൻ ക്യാമ്പയിൻ നടത്തുന്നത്. സർക്കാർ, സ്വകാര്യ, കമ്മ്യൂണിറ്റി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വാക്സിൻ നൽകും. പ്രതിരോധ വാക്സിൻ സ്വീകരിക്കേണ്ട കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഇതിനോടകം അറിയിപ്പും നൽകിയിട്ടുണ്ട്. അവരുടെ സമ്മതത്തോടെയാണ് വാക്സിൻ നൽകുന്നത്. കുട്ടികളിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, ആരോഗ്യകരമായ വിദ്യാഭ്യാസ സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം ആരോഗ്യ സുരക്ഷാ വിഭാഗം ഡയറക്ടർ പറഞ്ഞു. അർഹരായ കുട്ടികൾക്ക് വാക്സിൻ നൽകിയെന്ന് രക്ഷിതാക്കൾ ഉറപ്പാക്കണം. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് സംഘടിപ്പിക്കുന്ന ആഘോഷത്തിൽ പങ്കെടുക്കാൻ സൗദി അറേബ്യയിലെ മുഴുവൻ പ്രവാസി ഭാരതീയരെയും റിയാദ് ഇന്ത്യൻ എംബസി ക്ഷണിച്ചു. ജനുവരി 26-ന് രാവിലെ 8 മണിക്ക് അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ ദേശീയ പതാക ഉയർത്തുന്നതോടെ ആഘോഷത്തിന് തുടക്കമാകും. പരിപാടിയിൽ പങ്കെടുക്കുന്നവർ മുൻകൂട്ടി പ്രത്യേക ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യണം. രാവിലെ 7:45-ന് ഗേറ്റ് അടക്കും. അതിനു മുമ്പ് എല്ലാവരും എംബസി അങ്കണത്തിൽ എത്തിച്ചേരണമെന്നും അധികൃതർ അറിയിച്ചു. രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചാൽ എംബസിയിൽ നിന്നും കൺഫർമേഷൻ ഇമെയിൽ ലഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഒരു ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെയും നഴ്സറിയിൽ ചേർക്കാൻ അനുമതി നൽകുന്ന പുതിയ നിയമവുമായി അബുദാബി. അടുത്ത അധ്യയന വർഷം മുതൽ ഈ പുതിയ തീരുമാനം നടപ്പിൽ വരുമെന്നും അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് പ്രഖ്യാപിച്ചു. പ്രായമോ പശ്ചാത്തലമോ പരിഗണിക്കാതെ എല്ലാ കുട്ടികൾക്കും ആവശ്യമായ അടിസ്ഥാന പഠന അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് അധികൃതരുടെ അറിയിപ്പ്. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം സ്ഥാപനത്തിന്റെ പ്രവേശനശേഷി എത്തുന്നതുവരെ നഴ്സറികൾക്ക് അവരുടെ കുട്ടികളെ ചേർക്കുന്നതിനുള്ള അപേക്ഷ നിരസിക്കാൻ സാധിക്കില്ല. ഗുണനിലവാരമുള്ള പ്രാരംഭ വിദ്യാഭ്യാസത്തിനായുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യം പരിഹരിക്കാനാണ് ഈ തീരുമാനത്തിലൂടെ ശ്രമിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. നഴ്സറി പ്രവേശന പ്രക്രിയയിൽ ഒരു കുട്ടിയും വിവേചനം നേരിടുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിന്റെ കൂടി ഭാഗമായാണ് തീരുമാനമെന്നും അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. ഓരോ കുട്ടിക്കും വിജയിക്കാൻ തുല്യ അവസരം നൽകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതിന്റെ പ്രാധാന്യം പുതിയ നയം ഊന്നിപ്പറയുന്നു. ഇതുപ്രകാരം നഴ്സറി നീതിക്കും സുതാര്യതയ്ക്കും മുൻഗണന നൽകും. വാക്സിനേഷൻ രേഖകളുടെ അഭാവം കാരണം ഒരു കുട്ടിയെയും നിരസിക്കാൻ നഴ്സറികൾക്ക് അവകാശമില്ല. അതേസമയം കുട്ടിയെ ചേർത്ത വർഷം അവസാനിക്കുന്നതിന് മുമ്പ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് രക്ഷിതാക്കൾ സമർപ്പിച്ചിരിക്കണം. കുട്ടികളുടെ വൈവിധ്യമാർന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്ത വിവിധ പാഠ്യപദ്ധതികൾ വാഗ്ദാനം ചെയ്യുന്ന 200-ലധികം സ്വകാര്യ നഴ്സറികളാണ് അബുദാബിയിലുള്ളത്. പബ്ലിക് നഴ്സറീസ് പ്രൊജക്ടിന്റെ ഭാഗമായി അടുത്ത 2 വർഷത്തിനുള്ളിൽ 10 പുതിയ പൊതു നഴ്സറികൾ കൂടി അബുദാബിയിൽ തുറക്കും. 4000-ലധികം കുട്ടികൾക്ക് ഇതുവഴി പ്രവേശനവും ലഭിക്കും. ദുബൈയിൽ പൊതുഗതാഗത സംവിധാനം വലിയ തോതിൽ ശക്തിപ്പെട്ടതോടെ പ്രതിദിനം 10 ലക്ഷം വാഹനങ്ങൾ റോഡുകളിൽ നിന്നും ഫലപ്രദമായി കുറയ്ക്കാൻ കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു. ദുബൈയിലെ ഗതാഗത പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചർച്ചയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ദുബൈയിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ 2006-ൽ മൊത്തം വാഹനങ്ങളുടെ 6%. എന്നാൽ 2023-ൽ അത് 19%-മായി ഉയർത്താൻ സാധിച്ചു. ലോകത്തിലെ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് ഇത് ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണെന്നും ദുബൈ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിലെ റെയിൽ ഏജൻസിയുടെ CEO വ്യക്തമാക്കി. RTIയുടെ കൈവശമുള്ള ഡാറ്റ പ്രകാരം ദുബൈയിലെ പൊതുഗതാഗത സംവിധാനങ്ങളായ ദുബൈ മെട്രോ, ട്രാം, ട്രെയിൻ, ബസ്സുകൾ, ടാക്സികൾ, ഫെറികൾ, ഹെയിൽ വാഹനങ്ങൾ എന്നിവയുൾപ്പെടെ ഉപയോഗിക്കുന്നവരുടെ എണ്ണം 2024-ന്റെ ആദ്യ പകുതിയിൽ 360 ദശലക്ഷം കവിഞ്ഞതായും അറിയിച്ചു. 2023-ലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 6% വർധനവാണ് ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയത്. ദിവസേനയുള്ള ശരാശരി യാത്രക്കാരുടെ എണ്ണം 19.8 ലക്ഷമായി ഉയർന്നു.
സൗദി അറേബ്യയിൽ ഇനി പണം ഇടപാടുകൾ കൂടുതൽ ലളിതവും എളുപ്പവുമാകും. സൗദി സെൻട്രൽ ബാങ്കും ഗൂഗിളും ചേർന്ന് ഈ വർഷം മുതൽ സൗദി അറേബ്യയിൽ ഗൂഗിൾ പേ സർവീസ് ആരംഭിച്ചതോടെയാണിത്. ഇതുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗങ്ങളും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചതായി സൗദി സെൻട്രൽ ബാങ്ക് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സൗദി ദേശീയ പേയ്മെന്റ് സംവിധാനമായ മദ വഴിയാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത്. സൗദി വിഷൻ 2030 ഭാഗമായി രാജ്യത്തിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സെൻട്രൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഗൂഗിൾ പേയുമായുള്ള കരാറെന്നും അധികൃതർ അറിയിച്ചു. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്ന നൂതന ഡിജിറ്റൽ പേയ്മെന്റ് പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ സൗദി സമൂഹത്തെ പണത്തെ കൂടുതലായി ആശ്രയിക്കുന്ന രീതിയിൽ നിന്നും മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യവും അധികൃതർക്കുണ്ട്. ഇതിനായി ശക്തമായ ഒരു ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ കരാറെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. സ്റ്റോറുകളിലും ഓൺലൈൻ ആപ്പുകളിലും വെബ് പോർട്ടലുകളിലും മറ്റും ഷോപ്പിംഗുകളും പേയ്മെന്റുകളും നടത്തുന്നതിന് ഗൂഗിൾ പേ തങ്ങളുടെ ഉപയോക്താക്കൾക്ക് നൂതനവും സുരക്ഷിതവുമായ രീതി വാഗ്ദാനം ചെയ്യും. ഉപയോക്താക്കൾക്ക് ഗൂഗിൾ വാലറ്റിൽ അവരുടെ കാർഡുകൾ സൗകര്യപ്രദമായി ചേർക്കാനും കൈകാര്യം ചെയ്യാനും കഴിയുമെന്നും അധികൃതർ വ്യക്തമാക്കി. വിപണി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഫിൻടെക്കിലെ ആഗോള നേതാവെന്ന നിലയിൽ സൗദി അറേബ്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള വിശാലമായ പദ്ധതികളുടെ ഭാഗമായാണ് ഈ സംരംഭം. അതേസമയം സൗദിയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗം കൂടിയാണ് പുതിയ കരാർ. കഴിഞ്ഞ ഒക്ടോബറിൽ സൗദി അറേബ്യയിൽ ഒരു നൂതന AI ഹബ് സ്ഥാപിക്കാനുള്ള പദ്ധതികൾ ഗൂഗിൾ പ്രഖ്യാപിച്ചിരുന്നു. മേഖലയിലെ വികസനവും സാമ്പത്തിക വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണിത്. മേഖലയുടെ തനതായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും പ്രാദേശിക പ്രതിഭകളെ പരിശീലിപ്പിക്കുന്നതിനും അനുയോജ്യമായ കൃത്രിമ ഇന്റലിജൻസ് പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിലാണ് ഹബ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഹബിന്റെ സ്ഥാപനം സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് $71 ബില്യൺ വരെ സംഭാവന നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു. സൗദി അറേബ്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണം, റീറ്റെയിൽ, സാമ്പത്തിക സേവനങ്ങൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ അറബി ഭാഷയിൽ ഉൾപ്പെടെ AIയുടെ സംയോജനം വേഗത്തിലാക്കാനാണ് അധികൃതർ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.